എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം സെൻറ്റ് മേരീസ് ക്വാറിയാണ്. നമ്മുടെ ലണ്ടൻ ഒണ്ടാരിയോയിൽ നിന്ന് ഒരു 30 minutes ടുവേർഡ്സ് കിച്ചണർ ആ ഏരിയയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഒരു വളരെ $6-7 $7.5 ഇതിനകത്തുള്ള എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ സ്പോർട്ട് പരിപാടി. നീന്തൽ അറിയാതിരിക്കുകയോ അതൊന്നും ഒരു വിഷയമല്ല. ചുറ്റും ലൈഫ് ഗാർഡുകളുണ്ട്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചുമ്മാ വെള്ളത്തിൽ കിടക്കാം. ഞങ്ങളൊക്കെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച നീന്തൽ അറിഞ്ഞിട്ട് കൂടെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ചുമ്മാ വെള്ളത്തിൽ കൂടെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. കുഞ്ഞു പിള്ളേർ തൊട്ടിട്ട് പ്രായമായ ആൾക്കാർ വരെ ഇവിടെ വന്ന് അടിച്ച് പൊളിക്കുവാണ് ഗൈസ്. ഇതിൽ വേറെ ഒരു ആക്ടിവിറ്റിയും കൂടെ അതിൻ്റെ അപ്പുറത്തെ വശത്തുണ്ട്. സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അപ്പുറത്ത്. ഇത് സമ്മറിൽ മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. ജൂലൈ 4 മുതൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഭയങ്കര രസമുള്ള കാര്യമാണ്. ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് ഇത് രാവിലെ തൊട്ടിട്ട് രാത്രി 7 മണി വരെ ഉണ്ട്. 7 മണി വരെ നിങ്ങൾക്ക് ആ $7 $7.5 പാസിന് അടിച്ച് പൊളിക്കാം. ഇവിടെ നിന്ന് നീന്തി അവിടെ പോവുക, അവിടെ നിന്ന് ചാടിക്കളിക്കുക, അതുപോലെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുക, ജമ്പിങ് ഉണ്ട്. എല്ലാ പരിപാടിയും നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നല്ല അടിച്ച് പൊളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നിങ്ങൾക്ക് വീട്ടിലുള്ള കൊച്ചുങ്ങളും അതുപോലെ പ്രായ ആൾക്കാരോ എല്ലാവരും കൊണ്ട് നിങ്ങൾക്കൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അതല്ല. ഞങ്ങളൊരു 3 hours ഞങ്ങളൊരു 2 മണി 2:30 പോയി. നല്ല ചൂടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 2:30 പോയി. അവിടെ നിന്നിട്ട് ആക്ച്വലി ഞങ്ങളൊരു 2 മണിക്കൂർ 3 മണിക്കൂറിൽ തിരിച്ചു വരാൻ പ്ലാനായിരുന്നു. പക്ഷേ 2:30 പോയിട്ട് 3:30 4 5:30 6:30 കണ്ടായപ്പോഴാണ് ഞങ്ങൾ നിന്ന് കയറുന്നത്. ഭയങ്കര രസമായിരുന്നു. ഇവിടെ നിന്ന് നീന്തി അപ്പുറത്ത് ചെല്ലുന്നു, അവിടെ ചാടി കളിക്കുന്നു, പിന്നെ അവിടെ നിന്ന് ചാടി അപ്പുറത്ത് പോകുന്നു. ഭയങ്കര രസമാണ്. നീന്താൻ അറിയാഞ്ഞിട്ട് കൂടെ ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ട് ചുമ്മാ അതിൽ കൂടെ വെള്ളത്തേക്ക് ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്താ മുങ്ങി കിടക്കുന്നുണ്ടോ അത് നമ്മൾ അനസിക്കുക. അങ്ങേര് ഇവിടെ നിന്ന് പോക്ക് പോയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. ഭയങ്കര രസമാണ്. നമ്മൾ പോണ വഴിക്കൊക്കെ അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് നീന്തി അപ്പുറത്തോണ സമയത്ത് ഒരു മലയാളി ഫാമിലി വന്നു പരിചയപ്പെടാൻ. എവിടെ വെള്ളത്തിൽ അങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പിള്ളേരൊക്കെ കൂടെ ഭയങ്കര ജോലി ഭയങ്കര മടുപ്പായി തുടങ്ങി. അപ്പം എല്ലാവരും കൂടെ ചുമ്മാ ഒരു ദിവസം പുറത്തിറങ്ങിയതാണ്. ജീസ് ബ്രോ എല്ലാവരും കൂടെ നമ്മളൊന്ന് ചുമ്മാ ചില്ലായിരുന്നു. ഇവിടെ നിന്ന് അപ്പുറത്ത് പോകുന്നു, അപ്പുറത്ത് ഇപ്പുറത്ത് വരുന്നു. അങ്ങനെ ഒരു രസമുള്ള പരിപാടി. പിന്നെ ഇതിൻ്റെ പാസ് എടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അവരുടെ സൈറ്റിൽ കയറിയാൽ മതി. സെൻറ്റ് മേരീസ് ക്വാറി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡൽട്ടിന് 7.5 പിന്നെ കിഡ്സിന് $5 അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പുറമുള്ള സ്പ്ലാഷ് പരിപാടിയിൽ അതിന് ഇച്ചിരി വിലക്കുള്ള അതിന് 23-27 എന്തോ ആണ് അതിനപ്പുറത്തുള്ള പരിപാടി. നമ്മൾ ഈ വിലക്കൂടിയ പരിപാടിക്കൊന്നും പോകാൻ നിന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ അവശതയായി നീന്തി. പിന്നെ ഇത് ചാടണ കേട്ടോ. നമ്മുടെ പ്രോ ഡൈവറാണ് ചാടാൻ പോണേ. ചിന്തപ്പൻ വെറുതെ മൂട് ചിന്തപ്പൻ അവിടെ നിന്നൊരു മുങ്ങിയിട്ട് അവരുടെ ലൈനൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന പോകണം. അങ്ങനെ വന്ന് അവസാനം അവർ പറഞ്ഞു അത് പറ്റത്തില്ല, അവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ആലപ്പുഴയിൽ കിടന്ന് ചാടി കളിക്കുന്ന ചിന്തപ്പൻ ഇതൊക്കെ ഒരു ചാട്ടമാണ്. അങ്ങനെ വെറുതെ അടിപൊളി പരിപാടി. പിന്നെ ഊർന്നിറങ്ങണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. മുകളിൽ കയറാം, ഇവിടെ നീന്തി അവിടെ ചെല്ലാം, അവിടെ നിന്ന് ഊർന്നിറങ്ങി ഇപ്പുറത്ത് വരാം. പിന്നെ നമ്മളെ പിള്ളേരൊക്കെ കൂടെ കുറച്ച് നേരം വായൊക്കെ നോക്കി അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എല്ലാവർക്കും കൂടെ ഈ സാന്തമ്മ കയറണം. ഇതും വേണമെങ്കിൽ കയറാനും പറ്റണില്ല, കയറിയിട്ട് എണീറ്റ് നിൽക്കാനും പറ്റണില്ല. ഒക്കെ കൂടെ അംഗം ചിരിച്ച് ഭയങ്കര രസമായിരുന്നു. നമ്മളിവിടെ അടിച്ച് പൊളിച്ചവിടെ പോയിട്ട് പിള്ളേർ ചാട്ടം തുടങ്ങിയിട്ടാണ്. നിൽക്കാനും പറ്റണില്ല, ചാടാനും പറ്റണില്ല. ആക്ച്വലി നമ്മുടെ പ്ലാൻ സമ്മറിൽ കാനഡ വണ്ടർലാൻഡിൽ പോകണമെന്നായിരുന്നു. പിന്നെ നമ്മുടെ ബഡ്ജറ്റും സമയത്തിൻ്റെ പരിമിതിയും കാരണം നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ച് ആ ഒരു വിഷമങ്ങൾ മാറ്റി. അങ്ങനെ അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ കാനഡ വണ്ടർലാൻഡിൽ പോകാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്ഥലമാണ്. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടി. ഫുൾ ഡേ വേണമെന്നില്ല, ഹാഫ് ഡേ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ കാശരിയോ ഞങ്ങൾ പിന്നെ ചുമ്മാ കുളത്തിൽ പോയതാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. എല്ലാവരും കൂടെ പോവാം. പിന്നെ ഈ സമയത്തൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാരെയും കാണാം. നമുക്ക് ചുറ്റി നടക്കൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ചൂടായതുകൊണ്ട് തോന്നുന്നു ഭയങ്കര ആൾക്കാരായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ അത്ര ക്രൗഡൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരെ കാണാനാണല്ലോ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി.
പിന്നെ മലയാളികളുണ്ട്, എല്ലാ തരത്തിലും ആൾക്കാരുണ്ട്. ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും എല്ലാവരും പോവുക. അധികം സമയമില്ല, സമ്മർ കഴിയാറായി. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഇതാണ് ഒരു വൈബ്. കൊള്ളാം, നല്ല രസപ്പെട്ടു. എക്സ്പീരിയൻസ് പറയല്ല, എക്സ്പീരിയൻസ് പറ. Experience was nice experience in St. Mary's Square. Oh yeah.